അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീൻ 22 30ാമത്തെ ഹദീസിന്റെ വിശദീകരണം തുടർച്ച. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അങ്ങനെ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഈ കുട്ടിയുമായി കിങ്കരന്മാർ മലമുകളിലെത്തുകയും കുട്ടിയോട് മുകളിലെത്തിയപ്പോൾ ഫഖാല, ഈ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത, പടച്ചോനെ ഇവരെനിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ശല്യത്തിൽ നിന്ന് നീ ഉദ്ദേശിച്ച ശിക്ഷ കൊണ്ട് എനിക്ക് നീ മതിയാക്കണമേ, ഇവർക്ക് ആവശ്യമായത് നീ കൊടുത്തേക്കണേ എന്ന് കുട്ടി ഒരൊറ്റ ദുആ നടത്തി. അങ്ങനെ ദുആ നടത്തിയപ്പോൾ ഫറജഫ ബിഹിമുൽ ജബലു, അവരെ കൊണ്ട് മല കുലുങ്ങുകയും വിറക്കുകയും ഫസഖത്തു, മലയൊന്നിങ്ങനെ കുലുങ്ങിയപ്പോൾ അവരെല്ലാവരും ഉയരത്തിൽ നിന്ന് താഴോട്ട് വീഴുകയും അവരെല്ലാവരും മരിക്കുകയും ചെയ്തു. വജാഅ യംശീ ഇലൽ മലിക്കി, കുട്ടി സാവധാനം നടന്ന് രാജാവിന്റെ അടുത്തേക്ക് വന്നു. ഫഖാല ലഹുൽ മലിക്കു, അപ്പൊ രാജാവ് കുട്ടിയോട് ചോദിച്ചു, മാ ഫുഇല ബി അസ്ഹാബിക, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ എന്ത് ചെയ്യപ്പെട്ടു, ചില ഓർക്കെന്താ പറ്റിയത് എന്നർത്ഥം. ഫഖാല, അപ്പൊ കുട്ടി പറഞ്ഞു, കഫാനിഹിമുല്ലാഹു തആല, അവർക്ക് വേണ്ടത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, മതിയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫദഫഅഹു ഇലാ നഫരിൻ മിൻ അസ്ഹാബിഹി, വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് രാജാവ് കുട്ടിയെ ഏൽപ്പിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇദ്ഹബൂ ബിഹി, കുട്ടിയുമായി നിങ്ങൾ പോകണം. ഫഹ്മിലൂഹു ഫീ ഖുർഖൂരിൻ, കുട്ടിയെ നിങ്ങൾ ഒരു ബോട്ടിൽ കയറ്റണം. എന്നിട്ട് തവസ്സതൂ ബിഹിൽ ബഹ്റ, കുട്ടിയുമായി നിങ്ങൾ കടലിന്റെ മധ്യത്തിലെത്തണം. അങ്ങനെ ഫയർ വജഅൻ ദീനിഹി, അവിടെ എത്തിയിട്ട് കുട്ടി ഈ മതത്തിൽ നിന്ന് മടങ്ങിയാൽ അവനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. വയില്ല, മടങ്ങുന്നില്ലെങ്കിൽ ഫഖദിബൂഹു, അവനെ നിങ്ങൾ ആ ആഴക്കടലിലേക്ക് ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. ഫദഹബൂ ബിഹി, അങ്ങനെ കിങ്കരന്മാർ ഈ കുട്ടിയുമായി പോയി കപ്പലിൽ കയറി അല്ലെങ്കിൽ ബോട്ടിൽ കയറി ആഴക്കടലിന്റെ അടുത്ത് എത്തിയപ്പോൾ മതത്തിൽ നിന്ന് രാജിവെക്കാൻ പറഞ്ഞു. മനസ്സില്ലാതെ കുട്ടി മറുപടി പറഞ്ഞു. എന്ന് മാത്രമല്ല ഫഖാല, അപ്പൊ കുട്ടി പറഞ്ഞു, അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഅ്ത, പടച്ചോനെ ഇവർക്ക് വേണ്ടത് നീ മതിയാക്കി കൊടുക്ക് എന്ന് പറഞ്ഞു. പറഞ്ഞു തീരുമ്പോ തന്നെ ഫങ്കഫാത്ത് ബിഹിമു സഫീന, കപ്പൽ അവരെ കൊണ്ട് ആകെ മറിഞ്ഞു, അവരെയും കൊണ്ട് കപ്പൽ മറിഞ്ഞു, തകിടം മറിഞ്ഞു. ഫഗരിഖു, അവരെല്ലാവരും വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചു. വജാഅ യംശി, കുട്ടി നടന്നു വന്നു ഇലൽ മലിക്കി, രാജാവിന്റെ അടുത്തേക്ക് നേരത്തെ പോലെ. ഫഖാല ലഹുൽ മലിക്കു, രാജാവ് അപ്പോഴും ചോദിച്ചു, മാ ഫുഇല ബി അസ്ഹാബിക, നിന്റെ കൂടെ കുറെ ആളെ വിട്ടിരുന്നല്ലോ ഞാൻ, അവർക്ക് എന്ത് പറ്റിയെന്ന് വെച്ചു. ഫഖാല, അപ്പ കുട്ടി പറഞ്ഞു, കഫാനിഹിമുല്ലാഹു തആല, അവർക്ക് വേണ്ടത് അള്ളാഹു മതിയാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫഖാല ലിൽ മലിക്കി, രാജാവിനോട് കുട്ടി പറഞ്ഞു, രാജാവേ നിങ്ങൾ ഇനിയും കുറെ ആളുകളെ വെറുതെ നശിപ്പിക്കണ്ട. ഇന്നക ലസ്ത ബിഖാതിലി, നിങ്ങൾക്ക് എന്നെ കൊല്ലാനാവില്ല. ഹത്താ തഫഅല മാ ആമുറുക ബിഹി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യം ചെയ്യുന്നത് വരെ. നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ ഞാൻ നിങ്ങളോടൊരു സജഷൻ പറയാം, അത് നിങ്ങൾ നടപ്പാക്കിയാലേ എന്നെ കൊല്ലാനാവൂ. അല്ലാത്ത എന്ത് മാർഗം നിങ്ങൾ സ്വീകരിച്ചാലും പണി നിങ്ങൾക്ക് എന്നെ തിരിച്ചു കിട്ടും. കാലാപ്പ രാജാവ് ചോദിച്ചു, മാഹുവ, എന്താണത് എന്ന് ചോദിച്ചു. നീ പറയുന്നത് എന്താണ്? കാലാപ്പ കുട്ടി പറഞ്ഞു, തജ്മഉൻ നാസ ഫീ സഈദിൻ വാഹിദിൻ, ഒരു വിശാലമായ ഭൂമിയിൽ നിങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടണം, ഒരു സ്ഥലത്ത് നിങ്ങൾ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടണം. വതസ്ലുബുനി അലാ ജസ്ഇൻ, എന്നെ ഒരു ഈത്തപ്പന മരത്തിൽ നിങ്ങൾ കുരിശിലേറ്റുകയും വേണം. അതായത് കഴുമരത്തിലേറ്റുക, എന്നെ കുരിശ് തറക്കണ പോലെ ആ മരത്തിൽ കയറ്റി തറച്ചു വെക്കുക. സുമ്മ ഖുദ് സഹമൻ മിൻ കിനാനത്തി, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന അമ്പും കുറ്റികളിൽ നിന്നൊരു അമ്പെടുക്കുക. എന്നിട്ട് സുമ്മ ലായി സഹമ ഫി കബിദിൽ ഖൗസി, വില്ലിന്റെ ഞാണിൽ നിങ്ങൾ ആ അമ്പ് വെക്കുക. സുമ്മ ലായി സഹമ, ആ അമ്പ് നിങ്ങൾ വെക്കുക ഫി കബിദിൽ ഖൗസി, വില്ലിന്റെ ഞാണിൽ വെക്കുക, ആ കയറുണ്ടല്ലോ അതിൽ വെക്കുക. സുമ്മക്കുൽ, എന്നിട്ട് നിങ്ങൾ പറയാ, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുന്റെ നാമം കൊണ്ട് ഞാൻ അമ്പെയ്യുന്നു എന്ന് പറയാ. എന്നിട്ട് സുമ്മർമിനി, പിന്നെ നിങ്ങൾ എന്നെ അമ്പെയ്തോളൂ. ഫഇന്നക ഇദാ ഫഅൽത ദാലിക, അത് നിങ്ങൾ ചെയ്താൽ ഖതൽതനി, നിങ്ങൾക്ക് എന്നെ കൊല്ലാനാവും എന്ന് പറഞ്ഞു. എങ്ങനെങ്കിലും കുട്ടിയുടെ ശല്യം തീർന്നു കിട്ടാന്ന് മാത്രമേ ഈ രാജാവ് ചിന്തിച്ചുള്ളൂ. പൊട്ടനായ രാജാവ് അതിന്റെ പിന്നിൽ വരുന്ന അപകടമൊന്നും ആലോചിച്ചില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് കേട്ട ഉടനെ ഫജമഅൻ നാസ ഫീ സഈദിൻ വാഹിദിൻ, വിശാലമായ ഒരു മരുഭൂമിയിൽ അദ്ദേഹം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. വസലബഹു അലാ ജസ്ഇൻ, കുട്ടിയെ ഈത്തപ്പനയിൽ തറച്ചു.
സുമ്മ അഖദ സഹമൻ മിൻ കിനാരത്തി, കുട്ടിയുടെ അമ്പും കുറ്റിയിൽ നിന്ന് ഒരു അമ്പെടുത്തു. സുമ്മ വളഅ സഹമ ഫീ കബിദിൽ ഖൗസി, എന്നിട്ട് അദ്ദേഹത്തിന്റെ പിന്നെ അമ്പിന്റെ ഞാണിൽ, വില്ലിന്റെ ഞാണിൽ അദ്ദേഹം അമ്പ് വെച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ അമ്പെയ്യുന്നു എന്ന് പറഞ്ഞു. സുമ്മ റമാഹു, എന്നൊരു കുട്ടിയെ അമ്പെയ്തു. അമ്പെയ്തപ്പോൾ ഫീ സുദ്ഗിഹി, കുട്ടിയുടെ ആട്ടുചെന്നിയിൽ, ഈ തലയുടെ ഭാഗത്തുള്ള ആട്ടുചെന്നിയിൽ തന്നെ ആ അമ്പ് കൊള്ളുകയും ഫവളഅഹു ഫീ സുദ്ഗിഹി, കുട്ടി അവിടെ തന്റെ കൈവെക്കുകയും ഫമാത്ത, കുട്ടി അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഈ പുരുഷാരെ നോക്കി നിൽക്കുകയാണ് ഈ രാജാവ് എന്ത് ചെയ്യണത്? ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ അമ്പെയ്യുന്നു എന്ന് പറഞ്ഞ അമ്പെയ്തത്. അപ്പൊ അതുവരെയും ഇയാളാണ് റബ്ബ് എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ജനങ്ങളുടെ മുന്നിൽ അയാൾ തന്നെ പറഞ്ഞല്ലോ ഈ കുട്ടിക്ക് വേറെ റബ്ബുണ്ട് എന്ന്. ആ റബ്ബിന്റെ നാമം കൊണ്ട് ഞാൻ അമ്പെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ? അത് കേട്ടതോടുകൂടെ ഫഖാലന്നാസു, ജനങ്ങളൊക്കെ പറഞ്ഞു ആമന്നാ ബിറബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ റബ്ബിനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇയാളാണ് റബ്ബ് എന്ന് ഇത്രയും കാലം വിശ്വസിച്ച് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞു. ഫൗത്തിയൽ മലിക്കു ഫഖീല ലഹു, അങ്ങനെ രാജാവിനെ ഫൗത്തിയൽ മലിക്കു, രാജാവിന്റെ അടുത്ത് ഒരാളെ കൊണ്ടുവരപ്പെട്ടു. വെച്ചാൽ ഒരാൾ വന്ന് രാജാവിനോട് പറയാണ് ഫഖീല ലഹു, ആ കൊണ്ടുവരുന്ന വന്നാള് ഫഖീല ലഹു, രാജാവിനോട് പറയപ്പെടുകയും ചെയ്തു. ഒരാൾ വന്ന് രാജാവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, അറഅയ്ത, രാജാവേ നിങ്ങൾ കാണുന്നില്ലേ, മാ കുന്ത തഹ്ദറു, നിങ്ങൾ എന്താണോ ഭയപ്പെട്ടിരുന്നെങ്കിൽ അത് നിങ്ങൾ കാണുന്നില്ലേ, അത് വല്ലാഹി നസല ബിക ഹദറുക, നിങ്ങൾ ഭയപ്പെട്ട കാര്യം എന്താണോ അത് നിങ്ങളിൽ ഇറങ്ങിയിരിക്കുന്നു. അതായത് ഖദ് ആമനന്നാസ്, ജനങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ഈ കുട്ടിയെ കൊല്ലാനും അതേപോലെ തന്നെ തന്റെ സെക്രട്ടറി ആയിരുന്ന ആളെ കൊലപ്പെടുത്താനും ആ നല്ല പുരോഹിതനെ കൊല്ലാനും ഒക്കെ രാജാവ് എന്താ ശ്രമിച്ചത്? അതിന്റെ കാരണം ഇവരൊക്കെ ജീവിച്ചിരുന്നാൽ എന്റെ വിശ്വാസം, അതേപോലെ ഞാനിപ്പോ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന തെറ്റായ വിശ്വാസം തകർന്നു പോകുമെന്ന് പേടിച്ചിട്ടല്ലേ നിങ്ങളിതൊക്കെ ചെയ്തത്? പക്ഷെ അങ്ങനെയൊക്കെ കൊന്നിട്ട് എന്താ ഉണ്ടായതിപ്പോ? അവസാനം ഈ നാട്ടുകാർ മുഴുവനും ആ കുട്ടി പറയുന്ന റബ്ബിനെ അള്ളാഹുവിൽ വിശ്വസിക്കുക ചെയ്തത്. അതായത് നിങ്ങൾ എന്താണോ പേടിച്ചത് ആ പേടിച്ച സംഗതി ശരിക്കും നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പറയുമ്പോൾ വാസ്തവത്തിൽ ആ മനുഷ്യന് മനസാക്ഷി ഉണ്ടെങ്കിൽ അയാൾ ഇതൊക്കെ ബുദ്ധിമോശാന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും സത്യവിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരേണ്ടതായിരുന്നു. പക്ഷെ അതുകൊണ്ടും ആ മനുഷ്യൻ നന്നായില്ലെന്ന് മാത്രമല്ല ഫഅമറ ബിൽഹുദൂദി, അയാള് കിടങ്ങുകൾ ഉണ്ടാക്കാൻ കൽപ്പിക്കുകയാണ്, കുഴികൾ ഉണ്ടാക്കാൻ കൽപ്പിക്കുകയാണ് ചെയ്തത്. എവിടെ? ബിഅഫ്വാഹിസിക്കക്കി, വഴികളുടെ ഒക്കെ വായുഭാഗത്ത് വെച്ചാൽ നല്ല പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ, ആ ജംഗ്ഷനുകളിലൊക്കെ വലിയ കുഴികൾ ഉണ്ടാക്കാൻ. എന്നിട്ട് ഫഹുദ്ദത്ത്, ആ കുഴികളൊക്കെ കൽപ്പിച്ചപ്പോ കുഴി ഉണ്ടാക്കപ്പെട്ടു. അതേപോലെ തന്നെ മൗദരിമ ഫീഹൻ നീറാൻ, അതിൽ തീ കത്തിക്കപ്പെടുകയും ചെയ്തു. കുഴികൾ ഉണ്ടാക്കി വിറക് കൊണ്ടുവന്ന് അതിലൊക്കെ തീ കത്തിച്ചു, നല്ല തീക്കുണ്ടാരങ്ങളാക്കി മാറ്റി. വഖാല, എന്നിട്ട് രാജാവ് പറഞ്ഞു മല്ലം യർജി അൻ ദീനിഹി, ആരെങ്കിലും ഒരാൾ അവന്റെ മതത്തിൽ നിന്ന് മടങ്ങുന്നില്ലെങ്കിൽ ഫഅഖഹിമുഹു ഫീഹ, ആ തീക്കുണ്ടാരത്തിലിട്ട് നിങ്ങൾ അവനെ കരിക്കട്ടയാക്കുക, കരിപ്പിച്ച് കളയുക എന്ന് പറഞ്ഞു. ഔ ഖീല ലഹു ഇഖ്തഹിം, അല്ലെങ്കിൽ രാജാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, അവനോട് കരിയാൻ വേണ്ടി പറയണം, ഒന്നുകിൽ കരിയ അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൽ മടങ്ങുക, രണ്ടുമൊന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅലു, രാജാവിന്റെ ആജ്ഞാനുവർത്തികളായ പട്ടാളക്കാരത് ചെയ്തു. അങ്ങനെ ആളുകൾ വരുന്നു, വിശ്വാസത്തിൽ മടങ്ങാൻ തയ്യാറാവാത്തവരൊക്കെ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുന്നു. അവരെല്ലാവരും അതിൽ കരിഞ്ഞ് രക്തസാക്ഷികളാകുന്നു. ഹത്താ ജാഅത് ഇംറത്തുൻ, അങ്ങനെ ഒരു ആളുകൾ വരുന്ന കൂട്ടത്തിൽ ഒരു സ്ത്രീ വന്നു. ഉമാഹ സബിയുല്ലഹ, അവളുടെ കൂടെ അവരുടെ ഒരു കുട്ടിയുണ്ട്, ചെറിയൊരു കുട്ടി. ഫതഖഅസത് അൻ തഖഅ ഫീഹ, അപ്പൊ അവരൊരു അല്പസമയം അവിടെ ഒന്നിങ്ങനെ ശങ്കിച്ചു നിന്നു. ആ തീക്കുണ്ടാരത്തിലേക്ക് വീഴുന്നതിനെ തൊട്ടൊന്ന് ഭയപ്പെട്ട് ഒന്ന് മാറി നിന്നു. എന്താ കാരണം വെച്ചാൽ ഈ കുട്ടിയുണ്ടല്ലോ, ഈ കുട്ടിയെ ഞാനെങ്ങനെയാ തീയിലേക്ക് ഇടുന്നത് എന്ന് വിചാരിച്ചൊരു മാതൃസ്നേഹത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിഫലനം എന്ന രൂപത്തിൽ അവരൊന്ന് അടങ്ങി നിന്നപ്പോൾ, മാറി നിന്നപ്പോൾ, അതായത് കുട്ടിയെ പേടിച്ചുകൊണ്ട് അവർ ചാടാൻ വിസമ്മതിച്ചപ്പോൾ ഫഖാല ലഹൽ ഗുലാമു, സംസാരിക്കാൻ പ്രായമാകാത്ത ആ കുട്ടി ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മാ, എന്റെ പൊന്നുമ്മ, ഇസ്ബിരി, നിങ്ങൾ ക്ഷമിച്ചോളൂ, ഫഇന്നകി അലൽ ഹഖി, നിശ്ചയം നിങ്ങൾ സത്യത്തിന്റെ മേലിലാണ്, അതുകൊണ്ട് തന്നെ എന്നെയും എടുത്ത് ആ തീക്കുണ്ടാരത്തിലേക്ക് ചാടുന്നതിന് വിസമ്മതിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു.
ആ കുട്ടിയെയും ഉണ്ട് ഉമ്മ കടത്ത് ആ തീക്കുണ്ടാരത്തിലേക്ക് ചാടി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസം, അതിനനുസരിച്ചുള്ള ജീവിതം ക്രമീകരിച്ചാൽ പരീക്ഷണങ്ങൾ പലതും വന്നേക്കാം. ആ പരീക്ഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഏതറ്റം വരെയും ത്യാഗം സഹിക്കാൻ തയ്യാറാവണം. സ്വന്തം ശരീരത്തിന്റെ മൂർധാവിൽ വീർച്ചവാള് കൊണ്ടുവന്ന് മുറിഞ്ഞ് 2 കഷ്ണമാക്കുന്നത് കണ്ടപ്പോഴും വിശ്വാസിക്കൊരു ചലനം ഉണ്ടായില്ല. അവനവന്റെ വിശ്വാസത്തിൽ നിന്ന് മടങ്ങാൻ തയ്യാറായില്ല. നിമിഷനേരം കൊണ്ട് അതാ 2 പേർ കൊല്ലപ്പെട്ടു. പിന്നീട് ആ കുട്ടിയെ 2 സ്ഥലത്ത് കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടി. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്? വിശ്വാസത്തിന് മടങ്ങാൻ തയ്യാറില്ല. അവിടെ ആ കുട്ടി അള്ളാഹുവിനോട് ദ്വാരക്കുന്ന അവിടെയൊക്കെ അല്ലാഹുമ്മ ക്ഫിനി ബിമാ ശിഅ്ത, ഇവർക്ക് വേണ്ടത് നീ കൊടുത്തേക്കണം റബ്ബേന്ന് ഒറ്റ ദുആ കഴിയുമ്പോൾ തന്നെ അവരുടെ ഉദ്ദേശങ്ങളെല്ലാം തകിടം മറിഞ്ഞ് അവര് നശിച്ചു പോകുന്നു. കുട്ടി വീണ്ടും കൊട്ടാരത്തിലേക്ക് വരുന്നു. അള്ളാഹുവിന്റെ അനുസരിച്ച് ജീവിക്കാൻ അവന് വേണ്ടിയെല്ലാം സമർപ്പിക്കാൻ തയ്യാറാകുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേക പവറും അതേപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന പ്രത്യേക ദുആക്കുള്ള ഇജാബത്തുമൊക്കെ നമ്മളിവിടെ കാണുന്നു. അതോടൊപ്പം തന്നെ ചില മനുഷ്യന്മാർ എത്രയൊക്കെ തെളിവുകൾ കണ്ടാലും എത്രയൊക്കെ സംഗതികൾ വിശദീകരിക്കപ്പെട്ടാലും തൗഫീഖ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലെങ്കിൽ അവർ വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാൻ അവർക്കാവില്ല എന്നതിന്റെയും രേഖയായിട്ട് ഇത് മാറുകയാണ്. അതുകൊണ്ടാണല്ലോ ആ രാജാവ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അയാൾക്ക് മനംമാറ്റുണ്ടായില്ല, അയാൾ വിശ്വാസത്തിലേക്ക് വന്നില്ല. അതേസമയത്ത് സംസാരിക്കാൻ പ്രായമാകാത്തൊരു കുട്ടിക്ക് പോലും ഉമ്മാക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായമാകുന്നതിന് മുമ്പ് സംസാരിച്ച 3 കുട്ടികളെ സംബന്ധിച്ച് ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു കുട്ടിയാണ് ഈ കുട്ടി എന്ന് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ ഗുണപാഠം അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം ശരിയായി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകേണ്ടി വന്നാൽ പോകാൻ വിശ്വാസി തയ്യാറാവണം. പടച്ച തമ്പുരാനെ നമ്മൾ ശരിക്കും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിമർശനങ്ങളെ അല്ലെങ്കിൽ പീഡനങ്ങളെ അവഗണിക്കാൻ തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ സഹായം കൊണ്ട് നമ്മളെ സഹായിക്കും. അതിന് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകേണ്ടി വന്നാലും ക്ഷമയോടുകൂടെ അതിനെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കാൻ തയ്യാറാവണം എന്ന ക്ഷമയുടെ അധ്യായത്തിലാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.